നമുക്ക് വേദാന്ത ലിമിറ്റഡിൻ്റെ ചാർട്ട് അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്കറിയാം, ഇവിടെ നിന്ന് താഴേന്ന് മുകളിലോട്ട് തന്നെയായിരുന്നു അതിൻ്റെ ഒരു പോക്ക്. തുടക്കത്തിൽ കുറച്ച് സമയത്ത് ഇച്ചിരി ഡൗൺ വന്നാലും പിന്നെ ഓൾമോസ്റ്റ് അപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ചാർട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു 94 റേഞ്ചിലാണ്. പിന്നെ നമുക്കറിയാം ഈ ഒരു ഏരിയ മുതൽ ഇവിടെ വരെ നല്ലൊരു സൈഡ് വേസ് ട്രെൻഡിലായിരുന്നു. അപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനകത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം നമുക്കത് പ്ലോട്ട് ചെയ്യാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പ്ലോട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് പ്ലോട്ട് ചെയ്തു. കണ്ടോ, ഇത്രയും കൊല്ലമായിട്ട് ഇത് എന്തോരം നല്ല സ്ട്രിക്റ്റ് സപ്പോർട്ടാണെന്ന് കണ്ടോ. താഴെ 1, 2, 3, പിന്നെ ഇവിടെ തന്നെ ഒരു 3-4 വട്ടത്തോളം റെസിസ്റ്റൻസ് എടുത്തിട്ട്, അപ്പോൾ അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്കിതിനകത്തൊരു എൻട്രി അപ്പോൾ പരിഗണിക്കാൻ പറ്റും. എൻട്രി പരിഗണിക്കണമെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ആയാൽ മാത്രമാണ് ഇപ്പോഴത്തെ കറൻറ്റ്ലി ഒരു എൻട്രി. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ ഷോർട്ട് സെല്ല് ചെയ്യുന്ന അങ്ങനത്തെ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് അതെല്ലാം വിടുക. അല്ലാതെ നമ്മൾ പറയുന്നത് പ്യൂർ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യം മാത്രം. അല്ലെങ്കിൽ മറ്റൊരു എൻട്രി അപ്പോൾ വരും. ഇതിപ്പോൾ ഡൗൺ ആയിട്ട് താഴെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ലൊരു ചാർട്ടാണിത്. ഇത്രയും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ വന്നാൽ സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് കയറുന്നു, ഒരു പാറ്റേൺ ബ്രേക്ക് വന്നാൽ അപ്പോഴും നമുക്കൊരു എൻട്രി പരിഗണിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഷെയറിൽ ഒരു സമയത്ത് മാത്രമായിരിക്കും അതിൽ എൻട്രി. അപ്പം ബൈ ചാൻസ് നമ്മൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എൻട്രി ആയിട്ടോ കോളായിട്ടോ ഒന്നും കാണല്ലേ. കോളായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും അത് കാണരുത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്റ്റോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുക. നിങ്ങൾക്കത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് തരാൻ പറ്റും. ആ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോങ് ടൈമിൽ ഇപ്പോൾ നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എൻട്രി കാണുകയാണെന്നുണ്ടെങ്കിലും ഇത് ഇത്രയും നല്ലതായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഒരുപാട് ട്രേഡുകൾ പല ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന്. ബ്രേക്ക് ആകുകയാണെങ്കിൽ കേട്ടോ, അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്ലോട്ട് ചെയ്യും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടോ. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ട്. ഇത് ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു 2006 മുതലുള്ളൊരു പാറ്റേൺ ആണ് ബ്രേക്ക് ആകാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമുക്കത് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന് വേറൊരു കളർ കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വെക്കുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു മൂവ്മെൻറ്റ്, അതായത് ഇവിടെ നിന്നൊരു ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ നടക്കുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്നല്ലെങ്കിൽ നാളെ നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ തന്നെ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള രീതിയിലൊരു മൂവ്മെൻറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നല്ലതായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ ചാർട്ട് കണ്ടൊന്നും ആരും ചാടിക്കറി വാങ്ങിക്കരുത്. ചാർട്ട് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബ്രേക്ക് ഔട്ട് അവിടെ നടന്നിട്ടില്ല. ബ്രേക്ക് ഔട്ട് കൺഫേം ആയി കഴിഞ്ഞാൽ മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ചാടിക്കറി വാങ്ങിക്കരുത്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങളത് വെയിറ്റ് ചെയ്യുക. ബ്രേക്ക് ഔട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, വേറെ ഷെയറിൽ പോകുക. നമ്മളിപ്പോൾ കേരള ട്രേഡറിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബേസിക്സ് ഓഫ് ട്രേഡിങ് കാണുക, പിന്നെ ചാർട്ട് ബ്രേക്കിംഗ് കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഒരു പൈസ കൊടുത്ത് നിങ്ങൾക്ക് ഒരു ചാനലിൽ നിങ്ങൾ കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കേരള ട്രേഡർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരള ട്രേഡേഴ്സ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിനകത്ത് സ്റ്റോക്കിൻ്റെ സജഷനോ ഒന്നും വരാറൊന്നുമില്ല. അത് നമ്മൾ ഇടത്ത് വലിയ ഒരിക്കലും. അതിനകത്ത് വരാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വരച്ചിടുന്ന ചാർട്ടുകൾ നല്ലതാണ്. ഒരു കമ്പയർ സ്റ്റഡി പോലെ മാത്രമുള്ളൊരു കാര്യം. അപ്പം നിങ്ങൾ പഠിക്കാനുള്ള സമയം നിങ്ങൾക്കല്ല ഈസി ആയിട്ടൊരു കാര്യം എവിടെ ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾക്ക് ലോകത്ത് ആരെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കാര്യം കൊണ്ട് തരുമോ? ഇല്ല. ഈസി ആയിട്ട് നിങ്ങളൊരു ഡോക്ടർ ആകണം, ഈസി ആയിട്ട് ഡോക്ടർ ആകാൻ പറ്റുമോ? ഇല്ല. ഈസി ആയിട്ട് എഞ്ചിനീയർ ആകാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈസി ആയിട്ട് നല്ലൊരു ട്രേഡർ ആകാനും പറ്റത്തില്ല. അപ്പം ഞാനീ പറയുന്നിരിക്കുന്നത് എല്ലാം തികഞ്ഞ ഒരാളെന്നുള്ള രീതിയിലല്ല ഞാനിരുന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ലോങ് ടൈമിൽ പഠിച്ചാൽ നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ എന്നെ കോൾ ചെയ്തൊരു ബ്രോയോട് ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ. അത് വേറൊരാൾ എന്നെ കോൺടാക്ട് ചെയ്ത കാര്യം പറഞ്ഞു. നമുക്കിപ്പം സ്റ്റോക്ക് സജഷൻസ് തരാമോ എന്ന് ചോദിച്ചു. സ്റ്റോക്ക് സജഷൻസ് ഞാൻ കൊടുക്കുന്നതെന്ന് വെക്കുക. ഈ ട്രേഡിംഗ് ഗ്രൂപ്പിനകത്ത് ഈ സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ ചത്തുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ ട്രേഡിംഗ് നിർത്തുമോ? ഇല്ല, ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. പക്ഷേ ഇവരാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയി പോകും. കാരണം എന്തോ ചെയ്യണമെന്നറിയാതെ ഒരുമാതിരി കപ്പൽ ദിക്കറിയാതെ ഇങ്ങനെ പോകുന്ന പോലെ ഇരിക്കും. അപ്പം സ്വയം പഠിക്കുക. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂട്യൂബിൽ അറ്റ്ലീസ്റ്റ് അടിച്ചു കൊടുത്തിട്ട് ചാനലും ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്കാണ് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ലാത്തത്. ഇപ്പോൾ എൻ്റെ വീഡിയോ വരെ ഇപ്പോൾ ചെറിയൊരു ചാനലാണ്. ഇപ്പോൾ ഒരു ചെറിയ ചാനലിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാനും പറ്റും. പഠിക്കാനുള്ള മെത്തേഡ്സ് എവിടെ കിട്ടും? അത് നമ്മുടെ കേരള ട്രേഡർ ചാനലിനകത്ത് തന്നെ ഒരു ഫാൻസി ഇൻഡിക്കേറ്റർ ഒന്നുമില്ലാതെ പ്യുവർ പ്രൈസ് ആക്ഷൻ തന്നെ ബേസിക്സ് ഓഫ് ട്രേഡിങ് പഠിപ്പിക്കുന്നുണ്ട്. അത് ബേസിക് സൈക്കോളജിയുടെ കാര്യങ്ങളും
പഠിപ്പിക്കുന്നത്. ഞാൻ പലതിനകത്തും പറയുന്നുണ്ട്, പല സൈക്കോളജി വീഡിയോസ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇടാം, അല്ലെങ്കിൽ പുതിയ ബേസിക്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം. പക്ഷേ ഓൾമോസ്റ്റ് ഒരു ട്രേഡ് എടുക്കാനുള്ള എല്ലാ കാര്യവും അതിനകത്തുണ്ട്. ബാക്കി നമുക്ക് ഒന്നിച്ചിരുന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ എന്തിനാണ് പൈസ കളയുന്നത്? ആ പൈസക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിച്ചുകൂടെ? അപ്പം ഈ ഒരു പാറ്റേൺ നമ്മളിപ്പോൾ താഴേന്ന് വാങ്ങിച്ചവരാണെങ്കിലും ഇപ്പോൾ നിലവിൽ പേടിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് എത്തി നിങ്ങൾക്കൊരു എക്സിറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കാം. കാര്യം നിങ്ങൾക്കൊരു പ്രോഫിറ്റ് നിങ്ങൾ എത്തിയെന്നെങ്കിൽ എക്സിറ്റ് അടിക്കാം. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷെയറാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇവിടുന്ന് ഒരു ഫോൾ വന്നിടുതാണ്ട് ഈ ഒരു സാധനം, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയാൽ പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും? പിന്നെ താഴോട്ട് ഈ ഒരു സപ്പോർട്ട് വരെ ആയിരിക്കും പോകും. ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് കയറും. പക്ഷേ നിങ്ങൾ എന്തോരം ഹോൾഡ് ചെയ്യണമെന്നുണ്ട്. കാരണം ഇത് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം വീക്ക്ലി ടൈം ഫ്രെയിം ആയതുകൊണ്ട് ഒരു വീക്കാണ് നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ വരാൻ വേണ്ടി. അപ്പോൾ ഇത്രയും വീക്കുകളെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോരം പോയെന്ന് ആലോചിച്ച് നോക്കി. ഇത് ഞാൻ സെല്ല് ചെയ്യാനൊന്നും പറയുന്നതല്ല, നിങ്ങൾ പറയുന്ന മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് മാത്രം ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ചാർട്ടിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണം പറയുന്നത് നമുക്ക് ഇതിനകത്തൊരു പുതിയൊരു എൻട്രി നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതാണ്ട് ഇവിടെ നമ്മളുടെ ഇവിടുന്ന് ഒരു ലൈൻ വരച്ചെന്ന് വെച്ചോ. ഇവിടുന്ന് ഒരു ബ്രേക്ക് നടന്നു, നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് വരെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇത് റെസിസ്റ്റൻസ് വരെ എത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയയേ ഉള്ളൂ. അല്ല, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൃത്യം അങ്ങനെ നടക്കണമെന്നില്ല. പിന്നെ നമ്മളിങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് കാര്യങ്ങളുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കുക. കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് വന്നതുണ്ടോ? നിങ്ങൾ ഓർക്കുക, ഒരു ചാർട്ടിൽ ഒരു റെസിസ്റ്റൻസോ ഒന്നുമല്ല. ഞാൻ വരയ്ക്കുന്നത് മേജർ റെസിസ്റ്റൻസ് കാര്യങ്ങളാണ്. നിങ്ങളും വരച്ച് നോക്കണം. അതാണ് പറയുന്നത്, നിങ്ങളുടെ വ്യൂവിനനുസരിച്ച്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളിവിടെ ചാടി കയറി മേടിച്ചാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾ ഇവിടെ വരെ വെയിറ്റ് ചെയ്താലോ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് താഴോട്ട് പോകും. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്താണ്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം എടുത്തു, ഇവിടുന്ന് ഒരു ബ്രേക്കാണ് ഇവിടുന്ന് വന്നേക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് വരെ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ വ്യൂ, ഓരോരുത്തരുടെ പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഒരാൾ വന്നൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ ചെയ്യുക. ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് എങ്ങനെ വർക്കാകുന്നത്? അത് നിങ്ങൾക്കൊരു ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ക്യാപിറ്റലിന് 2% കളയാൻ പറ്റുന്ന ഒരാൾ ഇപ്പോൾ 50% വെച്ചിട്ടായിരിക്കും കളിക്കുന്നത്. അത് എന്തിനാ? ഒരു ലോജിക്ക്, അതിൻ്റെ ബിഹൈൻഡ് ലോജിക്ക് അറിയത്തില്ല. മനസ്സിലായി? അത് ഞാൻ ഒരിക്കലും വഴക്കായിട്ടും അങ്ങനെയൊന്നും പറയുന്നതൊന്നുമല്ല. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഫാൻസി കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് തല പോയേക്കേണ്ട. നിങ്ങൾ ബേസിക്സ് ഓഫ് ട്രേഡിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു എൻട്രി എങ്ങനെ കിട്ടണ്ടേ? ഇവിടെ ഒരു ബ്രേക്ക് നടക്കണം, സ്ട്രോങ് ക്യാൻഡിലായിരിക്കണം, നല്ല വോളിയത്തോടു കൂടി. റീ ടെസ്റ്റൂടെ വന്നാൽ അടിപൊളി. അപ്പോൾ വേണമെങ്കിൽ ഒരു എൻട്രി നമുക്ക് ഇവിടെ വരെ നമുക്കൊന്ന് പരിഗണിക്കാം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻട്രി നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് കിട്ടും. അവിടെ ബ്രേക്ക് നടക്കണമെന്നില്ല, ഒരു ബ്രേക്കേ നടന്നിട്ടില്ല. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഒരു എൻട്രി കിട്ടുന്നുണ്ടോയെന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ചാർട്ട് വരയ്ക്കുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, ഓരോ ദിവസം നോക്കുക, അലേർട്ട് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വേണം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് ഒരുപാട് പേര് ഒന്നും അറിയാതെ വന്നിട്ട് അവർ സ്വയം പഠിച്ച്, അവർക്കാണെങ്കിൽ ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാനങ്ങനെ വലിയ ട്രേഡറൊന്നോ കോടികൾ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഓക്കെ, എനിക്ക് ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ടീച്ച് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണെന്നേ ഉള്ളൂ. ഞാൻ വലിയൊരു ട്രേഡറോ അല്ലാതെ ഓപ്ഷൻ സ്ട്രാറ്റജീസോ അങ്ങനെയൊന്നും എൻ്റെ കയ്യിലൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജീസും എൻ്റെ കയ്യിലില്ല. സ്വിംഗ് ട്രേഡിങ്ങിൽ പോലും എൻ്റെ സ്ട്രാറ്റജീസ് ഇല്ല, ബേസിക് പ്രൈസ് ആക്ഷൻ അല്ല. പക്ഷേ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടോ നിങ്ങൾ നോക്കുക. കാര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല യൂട്യൂബ് ചാനൽസ് വേറെയുണ്ട്. ചായ കുടിക്കുക, മട്ട് കളയുക എന്ന് പറയുന്ന പോലെ ആവശ്യമില്ലാത്ത കാര്യം തഴഞ്ഞു കളയുക. എന്നെ നിങ്ങൾക്ക് വേണ്ട തോന്നിയാൽ തഴഞ്ഞു കളയുക. പക്ഷേ നിങ്ങൾ ഓർക്കുക, എപ്പോഴും ഓർക്കുക, പ്രൈസ് ആക്ഷൻ ഈസ് ദ കിങ്. അതാണ് എപ്പോഴും കിങ് എന്ന് പറയുമ്പോഴേക്ക്. അത് ഏതൊരു ട്രേഡറോട് ചോദിച്ചാലും, ഏതൊരു സക്സസ്ഫുൾ ട്രേഡറെ നോക്കിയാലും അയാൾ പ്രൈസ് ആക്ഷൻ വെച്ചാൽ അയാളുടെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചുമ്മാ അതും ഇതൊന്നും ഇട്ട് നോക്കി നിങ്ങൾക്കൊരു പല ഇൻഡിക്കേറ്റേഴ്സ് പല രീതിയിൽ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. ഞാൻ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി ഉൾപ്പെടെ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇതിൻ്റെ ചാർട്ട് അനാലിസിസ് നമുക്ക് ഇത്രയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ 10 മിനിറ്റിൻ്റെ അടുത്തായി. ഇപ്പം പറയാൻ വന്ന ടോപ്പിക്കിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. ഇത് മേജർ റെസിസ്റ്റൻസ്, മേജർ സപ്പോർട്ടേ ഉള്ളൂ. ഇതിനിടയ്ക്കാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും പല ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ക്രോസ് ലൈൻ വെച്ചെടുത്ത് നോക്കി. എന്നിട്ട് ഈ ഒരു ഏരിയ ഇവിടെ ഇപ്പോൾ ഒരു ക്രോസ് ലൈൻ ഉള്ള ഇവിടെ ഒരു കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടോ, ഇവിടെ കണ്ടു നോക്കുക. ഈ 2 ലൈൻ കിട്ടിയിട്ട് ഞാനിത് വരച്ച സാധനം ഇവിടെ 2 വട്ടം, ഇവിടെ ഒരു ഡബിൾ ടോപ്പ് എടുത്തിട്ട് പിന്നെ ഡൗൺ പോകുന്നുണ്ടോ? നമ്മുടെ പാറ്റേൺസിനെ പറ്റി നമ്മൾ ബേസിക്സ് ഓഫ് ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇത് എത്തിയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അതായത് എന്തോ ഡബിൾ ബോട്ടം, ഇവിടെ ഡബിൾ ബോട്ടം കാണുന്നില്ലേ? ഡബിൾ ബോട്ടം വന്നു. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ വാങ്ങിക്കാൻ നമ്മൾ ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും മൂവ്മെൻറ്റ്, അതായത് ഒരു 300 രൂപ, 324 നിന്ന് 454 രൂപ വരെ മിനിമം ഒരു മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരച്ച് നോക്കുക.
എന്നെക്കൊണ്ട് പറ്റുന്ന സപ്പോർട്ടുകൾ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് രാത്രിയിലും നിങ്ങൾക്ക് കേരള ട്രേഡർ ചാനലിനകത്തോ അല്ലെങ്കിൽ അതിലുള്ള എൻ്റെ അക്കൗണ്ടിലോ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. അത് ഞാൻ വലിയൊരാളായിട്ടല്ല, പക്ഷേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഞാൻ ഒരിക്കലും ഒരു മടിയും കാണിച്ചില്ല. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളവരുണ്ടെങ്കിലും എന്നോട് സംസാരിച്ചുള്ളവർക്ക് അവർക്ക് ക്ലിയറായിട്ട് അറിയാം. ഞാൻ ഒരിക്കലും ഒരു ഫണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈടാക്കാറില്ല. അല്ലാതെ കുറച്ച് ഷെയർസ് ഇട്ട് എന്നിട്ട് അടുത്ത എൻ്റെ പ്രീമിയം ചാനലിൽ കയറാൻ പറ്റും ഒരു സംഭവമില്ല. നമ്മുടെ ചാനലിനകത്ത് സ്റ്റോക്കിന് സജഷനോ ഒന്നും പറയാറില്ല. എപ്പോഴും ഓർത്ത് നോക്കുക. ആകെ അതിനകത്ത് പറയാറുള്ള കാര്യം എന്താ, നിങ്ങൾ വരച്ച് നോക്കുക, പഠിക്കുക. നമ്മുടെ ചാനൽ ഹാഷ്ടാഗ് ഇട്ട് വെച്ചേക്കുന്ന പോലെ ലേൺ ആൻഡ് ഏൺ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോ കാണാം.